2026 ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. കർക്കിടകക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയം നക്ഷത്രവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ് എന്ന് പറയുന്നത്. ബന്ധുജനങ്ങളുമായി വിരോധം ഉണ്ടായിരുന്നത് രമ്യതയിലാകുന്നു. അവരുമായിട്ട് പല രീതിയിൽ വഴക്കോ അതിന് തർക്കമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നു. മതപരമായ കാര്യങ്ങളിലുണ്ടായ തടസ്സങ്ങൾ, മതപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളോ പൂജാ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ റിമാൻഡിൽ ആകുമായിരുന്നത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു. മാതാപിതാക്കൾക്കുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കുറവ് വരുന്നു. വിദേശത്തായിരിക്കുന്ന മക്കളെ കൊണ്ടുള്ള ആധിക്ക് ഒരു ശമനം വരുന്നു. അവർക്ക് സുഖമായിരിക്കുന്നു എന്ന വാർത്ത കേട്ടിട്ട് വളരെ സന്തോഷം വരാം. മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. മറ്റെല്ലാ രീതിയിലും മനസ്സിനൊരു സന്തോഷവും ആരോഗ്യവും ലഭിക്കുന്നു. ധനലാഭം പല വഴികളിലൂടെയും ലഭിക്കാൻ സാധ്യത കാണുന്നു. പിന്നെ ഉണങ്ങാതെയുള്ള മുറിവുകൾ, എന്തെങ്കിലും രീതിയിലുള്ള മുറിവുകൾ ഉണങ്ങാതെ ഉണ്ടെങ്കിൽ അതെല്ലാം ഭേദമാകുന്നു. അതുപോലെ രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾക്ക് എല്ലാം മരുന്ന് കഴിച്ച് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾക്കും കുറവ് വരുന്നു. ഒരു പരിധിവരെ ഗുണം ലഭിക്കുന്ന ഒരു മാസമാണ് ഈ കർക്കിടകക്കൂറുകാർക്ക് ഏപ്രിൽ മാസത്തിൽ. മാനസിക ക്ഷേമം, കീർത്തി, സ്വഭാവ മഹാത്മ്യം എല്ലാം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. പിന്നെ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സഹോദര സ്ഥാനീയർക്ക് കുറച്ച് ദോഷമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ശരീരത്തിൻ്റെ രക്തശുദ്ധീകരണം നടക്കുന്നില്ല എന്നാണ് കാണുന്നത്. ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത്യാവശ്യം നടക്കുമെന്ന് 90% വിശ്വാസമുള്ള കാര്യങ്ങൾക്ക് മാത്രം യാത്ര തിരിക്കുക. കാരണം ഒരു ആയുർഭീതി കാണുന്നുണ്ട്. അതുപോലെ കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനും സാധ്യതയുണ്ട്. സാമ്പത്തികം ധാരാളം വരുന്നു എങ്കിലും അത് കൈകളിൽ തങ്ങി നിൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. സർക്കാരിൽ നിന്ന് ചില സമൻസുകൾ, നോട്ടീസോ ഒക്കെ രജിസ്റ്റേർഡ് കത്തുകളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾ നടപടി എടുക്കുക. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഉണ്ടായ തടസ്സങ്ങളൊക്കെ മാർക്ക് തുടർന്ന് വിദ്യാഭ്യാസം നടത്താൻ സാധിക്കുന്നു. ഇനി പുണർതം നക്ഷത്രക്കാരുടെ ആണ് ആദ്യം പറയുന്നത്. പുണർതം നക്ഷത്രക്കാരുടെ ഇതിൽ വരുന്നതാണ് 9 വയസ്സുവരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഫലങ്ങളാണ് കാണുന്നത്. അവർക്ക് കുടുംബത്തിൽ പലതും നല്ലത് നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക്, അച്ഛനമ്മമാർക്കൊക്കെ കുടുംബ സ്വത്തുക്കൾ വീതം വെച്ച് കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക്, ഇതിൽ എല്ലാവർക്കുമല്ല, ചില പുണർതം നക്ഷത്രക്കാർക്ക് അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥ വന്നു ചേരാം. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ അവർക്ക് പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ വരാനൊരു സാധ്യത ഉണ്ടായിരുന്നാൽ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രായത്തിൽ. അതുപോലെ ചിലർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും നല്ല ജോലി ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ ചിലർക്ക് കിട്ടുന്ന ജോലി ഒരിക്കലും ഈ സമയം ഉപേക്ഷിക്കരുത്. ഈ കാലഘട്ടത്തിൽ ജോലി ഉപേക്ഷിച്ചിട്ട് വേറൊരു ജോലിക്കാണ് ശ്രമിക്കണമെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ നിലവിലുള്ള ജോലിയിൽ ഇരുന്നുകൊണ്ട് വേറെ ജോലിക്ക് ശ്രമിക്കുകയായിരിക്കും നല്ലതായിട്ട് കാണുന്നത്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും അതുമൂലം അവർക്ക് പല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനൊക്കെ അവർക്ക് സാധ്യത കാണുന്നുണ്ട്. മികച്ച ജോലികൾ ഈ സമയം കിട്ടുന്നതിനും സാധ്യതയുണ്ട്. അവർക്ക് വീട് വാങ്ങാനും വസ്തു വാങ്ങാനും മറ്റുള്ള രീതിയിൽ സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിക്കാനും അവർക്ക് സാധിക്കുന്നു. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നു. അത് സാമ്പത്തിക മൂലമുള്ള ദുഃഖമാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് പല രീതിയിലും ധനം വരാം, പക്ഷേ അത് ശരിയായ വണ്ണം വിനിയോഗിച്ച് ശരിയായിട്ടുള്ള സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയം യാതൊരു വിധത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ നഷ്ടമോ വരില്ല. പക്ഷേ അത് മോശമായ രീതിയിൽ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ച് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണിത്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും നാൾ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരമായി
അവർക്ക് വാഹനങ്ങൾ, വീട് എന്നിവയെല്ലാം വാങ്ങുന്നതിനും അവർക്ക് സാധിക്കുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് മിക്കവാറും ശരീരത്തിൽ ഉള്ള ചില വീഴ്ചകൾ, അതായത് വീണിട്ട് ശരീരത്തിനുണ്ടാകുന്ന ഒടിവ്, ചതവ്, അങ്ങനെ ഉണ്ടാകുന്ന ഒരു എല്ല് സംബന്ധിച്ച ഒരു മോശമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, വീഴാണ്ട് ശ്രദ്ധിക്കുക. അടുത്ത പൂയ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 13 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് കുടുംബസമേതം അവർ അച്ഛനമ്മമാരുമായിട്ട് വേറെ ദൂരസ്ഥലത്തേക്ക് പോയി താമസിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു. ചില രോഗങ്ങൾ വന്നേക്കാം. അതുപോലെ ചെയ്യാത്ത കാര്യത്തിന് ഈ കുട്ടി പഴി കേൾക്കേണ്ടതായിട്ടും ഒരു സാഹചര്യം വരാം. കാരണം ഈ സമയത്ത് അവർ ചില ചൂഷണങ്ങൾക്ക് വിധേയമാകാനുള്ള ഒരു സാധ്യത കാണുന്നു. അറിയാതെ തെറ്റായ ചില നടപടികൾ അവർ മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് അനുഭവത്തിൽ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ ഒരു സമയം ഒന്ന് ശ്രദ്ധിക്കുക. അന്യദേശത്തേക്ക് താമസിക്കുന്നവരാണെങ്കിൽ അവിടെ ആയിരിക്കും ഈ കുട്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും നാൾ അനുഭവിച്ച ദുഃഖങ്ങൾക്കും എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകൾക്കെല്ലാം അവർക്ക് പരിഹാരമായി അവർക്ക് വളരെയധികം നന്മകളും ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് നല്ല രീതിയിലൊരു സംരക്ഷണം ലഭിക്കാം. ബുദ്ധിപരമായി കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഭാഗ്യം, കഴിവ് അവർക്ക് ലഭിക്കാം. അതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കഴിവ് അവർക്ക് ലഭിക്കാം. നല്ലൊരു പക്വത അവർക്ക് ഉണ്ടായി ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു ബുദ്ധി പ്രയോഗിക്കാൻ അവർക്ക് സാധിക്കും. അതുമൂലം അവർക്ക് നല്ല ഒരു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നതിനും അവർക്ക് ഉയർന്ന പദവിയിലുള്ള ഒരു ജോലി തൊഴിൽ കിട്ടുന്നതിനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ളവർക്ക് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ചില രീതിയിലുള്ള ഒരു ദാമ്പത്തിക പ്രശ്നങ്ങൾ വരാനും ദമ്പതിമാരിൽ തമ്മിൽ പിണങ്ങി അകന്ന് താമസിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ അകന്ന് താമസിച്ചിട്ട് അത് വല്ല കോടതി ക്രമങ്ങൾ, നടപടികളൊക്കെ വരികയാണെങ്കിൽ അതുമൂലം അവർക്ക് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനങ്ങൾ അവർക്ക് വാങ്ങാൻ സാധിക്കും. പുതിയതായിട്ട് അവർക്ക് വീടും വസ്തുവകകളൊക്കെ വാങ്ങാൻ സാധിക്കും. ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് കൊടുക്കുന്ന ഒരു സമയമാണ്. അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള നാടിൻ്റെ തന്നെ അല്ലാത്തുള്ള ട്രസ്റ്റുകളിലോ അവർ അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് അവരെ ഇലക്ഷൻ നിർത്തുകയും ജയിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ അവർക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഭരണത്തിൽ അവർക്ക് വരാൻ സാധിക്കും. അതിൻ്റെ അമലത്തിരിക്കാൻ അവർക്ക് ഒരു ഭാഗ്യം ലഭിക്കും. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാവർക്കുമല്ല, ചില പൂയ നക്ഷത്രക്കാർക്കാണ് ചില രോഗങ്ങൾ വരാം. ചില അന്യദേശവാസം ചെയ്യേണ്ടതായിട്ടും അവർക്ക് വരാം. ചില പോലീസ് പരാതികളും കോടതി നടപടികളും വരേണ്ട ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ തെറ്റുകാരല്ലായിരിക്കാം, പക്ഷേ എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്നിരുന്നാൽ തന്നെയും അവർക്ക് പല രീതിയിലും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം പണം പല നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുള്ളതിൻ്റെ എല്ലാ ആദായവും അവർക്ക് കിട്ടേണ്ട ഒരു സമയമാണിത്. റിക്കറിംഗ് ഡിപ്പോസിറ്റ് ആണെങ്കിൽ അത് അതിൻ്റെ മെച്യൂരിറ്റി വന്നിട്ട് അതിൻ്റെ പൈസ കിട്ടാം. അതല്ലാണ്ട് പല രീതിയിലും പൈസ കിട്ടേണ്ട ഒരു സാധ്യതയുണ്ട്. ഭൂമി, വാഹനം, മറ്റുള്ള വസ്തുവകകളും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. അതുപോലെ 73 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചില രീതിയിൽ ധനം ഇത്രയും വരുമെങ്കിൽ തന്നെയും ചില രീതിയിലുള്ള ഒരു സാമ്പത്തിക ചെലവുകൾ വരാൻ സാധിക്കും. കാരണം രക്തത്തിൽ ദോഷം മൂലം, രക്തത്തിൽ അണുബാധ മൂലമോ അല്ലാതെയുള്ള ദോഷങ്ങൾ മൂലമോ ചില അസുഖങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്ത ആയില്യം നക്ഷത്രക്കാരുടെയാണ്. 9 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികൾ ഒത്തുചേരാനൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആയിട്ടുള്ള കുടുംബ വസ്തുവകകൾ ഭാഗം വയ്ക്കാനും അതിൽ നിന്നൊരു വിഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും, അത് മാത്രമല്ല നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സംരക്ഷണം, അച്ഛനും അമ്മയും ചിലപ്പോൾ നിങ്ങൾ അടുത്തുണ്ടാവില്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സംരക്ഷണം തരാൻ വേണ്ടി അതിന് ബന്ധുക്കൾ വരികയും ചെയ്യുന്നു. അങ്ങനെ മനസ്സിനൊരു സന്തോഷം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ഇതിൽ എല്ലാവർക്കുമല്ല, ചില ആയില്യ നക്ഷത്രക്കാർക്ക് പല ചൂഷണങ്ങൾക്കും
അവർക്ക് വിധേയമാകാം. അതല്ലെങ്കിൽ തന്നെയും കുടുംബത്തിലുള്ളവർക്ക് ചില ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും മനപ്രയാസവും കാണുന്നുണ്ട്. എങ്കിലും വിദ്യാഭ്യാസം ഒരു പരിധിവരെ യാതൊരു മുടക്കവുമില്ലാണ്ട് നടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിക്കാനും ചില ആയില്യം നക്ഷത്രക്കാർക്ക് ഒരു ഇത് കാണുന്നുണ്ട്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും വിചാരിച്ച് തീരുമാനിച്ചതുപോലെ അവർക്ക് നടക്കാം. അവർ നേരത്തെ തന്നെ എല്ലാം തീരുമാനിച്ച് എനിക്ക് ഇന്ന വിദ്യാഭ്യാസം നേടണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് കറക്റ്റായിട്ട് അങ്ങനെ നടന്നു പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസവും തൊഴിലും നല്ലതാകിയാൽ അവർക്ക് പ്രതീക്ഷിച്ചതിലും ഉയർന്ന പദവിയിലുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പ്രായത്തിൽ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരണപ്പെടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മാനസികമായും ശാരീരികമായും ചില പീഡകൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വിദേശ നാട്ടിൽ വസിക്കാനും അവിടെ താമസിക്കാനും ഒക്കെ അവർക്ക് യോഗം കാണുന്നു. രോഗം, ദുരിതം എന്നിവ വരാനും അന്യരുടെ ചതിവിൽപ്പെടാനും അതുമൂലം വഞ്ചിക്കപ്പെടാനും ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരമായി അവർക്ക് ഈ വരുന്ന 10 വർഷത്തോളം അവർക്ക് വളരെ നല്ല കാലമാണ്. ധാരാളം സമ്പാദ്യങ്ങളും മനസമാധാനങ്ങൾ, ആഡംബരമായ ജീവിതവും വാഹനവും നല്ല രീതിയിൽ പദവിയുള്ള തൊഴിലും ഭൂസ്വത്തും എല്ലാം അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ്. ചില രോഗങ്ങളുണ്ടെങ്കിൽ അതൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ചില അവയവങ്ങൾക്ക് സർജറി വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ നോട്ടീസുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഇൻകം ടാക്സ് അതുപോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് ധനകാര്യം സംബന്ധിച്ച ചില നോട്ടീസുകൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ കോടതി നടപടികളും ഉണ്ടാകാം. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് അതിന് മുകളിലോട്ടുള്ളവർക്കും സംഭവിച്ച ഞാൻ മുമ്പ് ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നോട്ടീസുകൾക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള സമാധാനം ബോധിപ്പിക്കുക. അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് സംഭവിച്ച ആ ഒരു ബുദ്ധിശൂന്യതയ്ക്കും അറിവില്ലായ്മയ്ക്കും ഈ പ്രായത്തിൽ പരിഹാരം കണ്ടെത്തേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ പശ്ചാത്തപിക്കേണ്ടി വന്നേക്കാം. ചിലർക്ക് ഇതെല്ലാം ചെയ്തവർക്കാണെങ്കിൽ ജീവിതം വളരെ ഐശ്വര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇത് കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.